അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ഒന്നാം ഘട്ട ധാരണാപത്രത്തെ ഔദ്യോഗികമായി പിന്തുണച്ച് ചൈന രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിലേക്ക് നയിക്കുന്ന ഈ നയതന്ത്ര നീക്കത്തിന് ചൈന നൽകുന്ന പിന്തുണ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. നീണ്ട നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഒടുവിൽ പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്ന പുതിയൊരു സമാധാന അന്തരീക്ഷത്തിന്റെ സൂചനയായാണ് ഈ കരാർ വിലയിരുത്തപ്പെടുന്നത്. ആഗോള ഊർജ്ജ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ പൊതുവായ ആവശ്യമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ബീജിംഗിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലീൻ ജിയാനാണ് ലോകം ഉറ്റുനോക്കിയ ഈ നയതന്ത്ര നിലപാട് പരസ്യമാക്കിയത്. ആഗോള സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിൽ ചൈന വഹിക്കുന്ന പങ്കിനെ അടിവരയിടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പശ്ചിമേഷ്യൻ മേഖലയിൽ തങ്ങളുടെ സാമ്പത്തികവും തന്ത്രപരവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ചൈന അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈനീസ് ചരക്ക് കപ്പലുകളുടെയും അതിലെ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബീജിംഗ് പ്രാദേശിക ശക്തികളുമായി നിരന്തരമായി സമ്പർക്കം പുലർത്തി വരികയാണ്. സമുദ്രപാതകളിലെ സുരക്ഷിതത്വം ചൈനയുടെ ആഭ്യന്തര വിപണിയെയും ആഗോള സപ്ലൈ ചെയിനിനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ചൈന ഈ വിഷയത്തിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്. എന്നിരുന്നാലും ഈ ചരിത്രപരമായ കരാറിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ മേഖലയിൽ നിലനിൽക്കുന്ന സൈനിക നീക്കങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകാനും ചൈന മറന്നില്ല. പശ്ചിമേഷ്യയിൽ തുടരുന്ന സൈനിക നടപടികൾ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക ചൈന പരസ്യമായി പ്രകടിപ്പിച്ചു. ലബനന്റെ പരമാധികാരവും സുരക്ഷിതത്വവും യാതൊരു കാരണവശാലും ലംഘിക്കപ്പെടരുത് എന്ന ബീജിംഗിന്റെ പ്രഖ്യാപനം നിലവിലെ ഇസ്രയേൽ ലബനൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ ഈ ധാരണാപത്രം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോന്ന ഒന്നാണ്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കും പരസ്പരമുള്ള സൈനിക ഭീഷണികൾക്കും നേരിയ തോതിലെങ്കിലും ശമനമുണ്ടാക്കാൻ ഒന്നാം ഘട്ട കരാറിന് സാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത്. എന്നാൽ മേഖലയിലെ പ്രമുഖ സൈനിക ശക്തിയായ ഇസ്രയേലിന്റെ നിലപാടുകളും ഈ കരാറിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ലബനനിലെ ഹിസ്ബുള്ളിയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ പ്രതിരോധ സേന നടത്തുന്ന സൈനിക നീക്കങ്ങൾ മേഖലയെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭയം ചൈനയ്ക്കുണ്ട്. നിലവിലുള്ള വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായി മാനിക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ചരിത്രപരമായ സമാധാന ചട്ടക്കൂട് പൂർണ്ണമായും തകർന്നു പോകുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് നൽകിയത്. ചൈനയുടെ ഈ കടുത്ത നിലപാട് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മറ്റ് പാശ്ചാത്യ നേതാക്കൾക്കും മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ഇറാനുമായി ഒരു ധാരണയിലെത്തുമ്പോൾ തന്നെ തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ ലെബനനിലെ സൈനിക നീക്കങ്ങളെ അമേരിക്ക എങ്ങനെ നിയന്ത്രിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ചൈനയുടെ പരസ്യമായ ഈ നിലപാട് പാശ്ചാത്യ ശക്തികൾക്ക് അവഗണിക്കാൻ കഴിയുന്നതല്ല. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/3 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ചൈന പോലുള്ള വൻകിട ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാത തുറക്കുന്നത് ചൈനയുടെ ആഭ്യന്തര ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇറാനുമായി അടുത്ത നയതന്ത്ര സാമ്പത്തിക ബന്ധമുള്ള ചൈന ഈ കരാറിന്റെ വിജയം തങ്ങളുടെ ഏഷ്യൻ ആഫ്രിക്കൻ വ്യാപാര ശൃംഖലകളുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമാണെന്ന് കരുതുന്നു. സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ലബനൻ അതിർത്തിയിൽ സൈനിക നടപടികൾ തുടരുന്നത് നയതന്ത്ര ചർച്ചകളുടെ വിശ്വസ്തതയെ ബാധിക്കുമെന്നാണ് ചൈനീസ് നിലപാട്. ലബനന്റെ ആഭ്യന്തര സുരക്ഷയിൽ ഉണ്ടാകുന്ന ഏത് വിള്ളലും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഇതൊഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നാണ് ബീജിംഗ് ആവശ്യപ്പെടുന്നത്. അമേരിക്കയിലെ ഭരണമാറ്റത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനോട് സ്വീകരിക്കുന്ന നയങ്ങളിൽ വന്ന മാറ്റത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ ഒന്നാം ഘട്ട ധാരണാപത്രം. ഇതിനെ ചൈന പിന്തുണയ്ക്കുന്നത് വൻ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ പുതിയൊരു സഹകരണ മേഖലയ്ക്ക് വഴി തുറന്നേക്കാം. എന്നാൽ ഇസ്രയേലിന്റെ താല്പര്യങ്ങളും ചൈനയുടെ മുന്നറിയിപ്പും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കരാറിന്റെ മുന്നോട്ടുള്ള പ്രയാണം. ബീജിംഗ് പ്രാദേശിക ശക്തികളുമായി നടത്തുന്ന നിരന്തര ചർച്ചകൾ മേഖലയിൽ ചൈനയ്ക്കുള്ള സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ്.
സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ മുൻപ് ചൈന പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അതിനു പിന്നാലെ US ഇറാൻ കരാറിന് നൽകുന്ന ഈ പിന്തുണ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ചൈന ഒരു പ്രധാന മധ്യസ്ഥനായി മാറുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ ഒന്നാം ഘട്ട നയതന്ത്ര ചട്ടക്കൂട് തകർന്നാൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഗോള വിപണിയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എണ്ണവില കുതിച്ചുയരുന്നതിനും ആഗോളതലത്തിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിനും അത് കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന് ചൈന ഇത്ര ശക്തമായി ആവശ്യപ്പെടുന്നത്. G7 ഉച്ചകോടിയിൽ ചൈനയുടെ ഈ ആഗോള നിലപാട് വൻ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒത്തുചേരുന്ന ഈ വേദിയിൽ പശ്ചിമേഷ്യൻ സമാധാനവും ചൈനയുടെ മുന്നറിയിപ്പും പ്രധാന അജണ്ടയായി മാറിയേക്കാം. ട്രംപ് ഭരണകൂടത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി. US-ഉം ഇറാനും തമ്മിലുള്ള ധാരണാപത്രം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ പ്രത്യാശ നൽകുന്നുണ്ടെങ്കിലും പ്രാദേശിക സംഘർഷങ്ങൾ അതിന്മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ചൈനയുടെ നയതന്ത്ര പിന്തുണ കരാറിന് കരുത്തു പകരുമ്പോൾ തന്നെ ലെബനന്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടുമെന്ന അവരുടെ അന്ത്യശാസനം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ കൂടുതൽ ചൂട് പിടിപ്പിക്കും. സമാധാനവും യുദ്ധവും തമ്മിലുള്ള നേരിയ നൂൽപാലത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.